മാധ്യമപ്രവർത്തനത്തിന്റെ ABCD അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിവിരോധവും മറ്റു കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ശ്രീ നിഷാദ് റാവു. എന്തുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം രമേശ് ചെന്നിത്തലയോടുത്ത് അടുത്തത് ഒരു ചോദ്യം ചോദിക്കേണ്ടത്. സർപ്രൈസ് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ കൊല്ലത്തുനിന്നൊരു പേര് കേട്ടത് അവിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ യൂട്യൂബർ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിന് വേണ്ടി നോക്കിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതാര് പറഞ്ഞു? നാട്ടിലൊക്കെ പാട്ടാ, ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക. ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നു നിങ്ങൾ വാർത്ത പോയല്ലോ. സ്വാഭാവികമായും ഏതൊരു രാഷ്ട്രീയ നേതാവിനോടും ഇനി അദ്ദേഹം തന്നെ രമേശ് ചെന്നിത്തലയോട് VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലും അദ്ദേഹം പറയാൻ പോകുന്ന മറുപടി അത് പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും. മുഖത്തടിച്ച പോലെ വിളിച്ചു പറഞ്ഞപ്പോ എല്ലാരും ഷോക്ക്ഡായി. അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഒരാളെ മാധ്യമപ്രവർത്തകൻ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അഖിൽ മാരാർ എന്ന് പറഞ്ഞ യൂട്യൂബർ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിന് വേണ്ടി നോക്കിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അല്ല, അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ഇത് വലിയ കൊലച്ചതിയായി പോയേട്ടാ. പിടിച്ചു പറിക്കാൻ പറ്റുമോ? തരണതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഈ പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഓരോന്ന് തങ്കപ്പന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇറങ്ങും. എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നു നിങ്ങൾ വാർത്ത നടപ്പില്ല. ഈ ജന്മത്തിൽ ഇനി നടപ്പില്ല. നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? ഞാൻ മീഡിയ വണ്ണിന്റെ ആൾക്കാരോട് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളിൽ ആരോടെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞിരുന്നോ ഞാൻ കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളൊരു വാർത്ത കൊടുക്കാൻ? പറഞ്ഞു. നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിച്ചു വിട്ട ഒരു വാർത്തയിൽ നിന്ന് നിങ്ങൾ ഒരു ചോദ്യം ജനറേറ്റ് ചെയ്ത് അതിന്റെ പേരിൽ അനാവശ്യമായ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കി സ്വയം അപഹാസ്യരാകാൻ വേണ്ടി പ്രിയപ്പെട്ട നിഷാദ് ശ്രമിക്കരുത്. നിന്നെ പോലൊരു മരക്കഴുതേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് പലപ്പോഴും സമൂഹത്തിന് അപഹാസ്യമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ പരമ ഉദാഹരണങ്ങളിൽ പെടുന്ന ആൾക്കാരാണ് ഈ നിഷാദിനെ പോലെയുള്ളവർ. എത്ര ഇടി വെട്ടണു അതിലൊരെണ്ണം. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. വരും കാലചക്രം തിരിഞ്ഞു വരും.